ബിഗ് ബോസ് മലയാളം സീസൺ 7 വാശിയേറിയ വോട്ടിംഗ് നോക്കി ഇതാ ബുധനാഴ്ച വരെ എത്തി നിൽക്കുകയാണ്. ഇനി 2 ദിവസങ്ങൾ കൂടിയാണ് ഈ ആഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കുള്ളൂ. വാശിയേറി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഈ ഒരു സമയത്ത് ആരൊക്കെയാണ് രാവിലെ 9 മണി വരെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ മുന്നിലെന്നും പിന്നിലെന്നും പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വളരെ അവിചാരിതമായിട്ടുള്ളൊരു സീസണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ 7. എന്തൊക്കെയാണ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ കാണാനും രസമുണ്ട്. എന്തൊക്കെയുള്ളൂ ആദ്യ ആഴ്ചയിൽ തന്നെ 2 പേർ എവിക്റ്റായി പുറത്തു പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഈ ഒരു മണിക്കൂറിൽ നിലവിലത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് 1ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അത് രേണുസുധിയെ തന്നെയാണ്. രേണുസുധിയുടെ അട്ടിമറി മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോളെ പോലും മറികടക്കുന്ന ഒരു ഫാൻ ബേസ് രേണു ചേച്ചി ഇതിനോട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തപ്പോൾ അനുമോളുടെ സ്ഥാനം 2ാം സ്ഥാനത്തോട്ട് പോയിരിക്കുകയാണ്. ഇവർ തമ്മിലുള്ള വോട്ടിംഗ് ഡിഫറൻസ് കൂടിക്കൂടി വരികയാണ്. എന്തൊക്കെയാണ് അനുമോൾ 2ാമതെത്തിയപ്പോൾ 3ാം സ്ഥാനത്തേക്കുള്ള ശക്തമായിട്ടുള്ള ഒരു മത്സരം ഈ ഒരു നിമിഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജിസേലിന്റെ മുന്നേറ്റമാണ്. ജിസേൽ ഇന്നലെ രാത്രിയോട് കൂടി തന്നെ വോട്ടിംഗ് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ച് ഇതാ 3ാം സ്ഥാനത്തോട്ട് എത്തിയപ്പോൾ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്ന ആര്യൻ കത്തോഡിയനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആര്യൻ്റെ വോട്ടും വലിയ രീതിയിൽ കുറയുമ്പോൾ 5ാം സ്ഥാനത്തേക്ക് വലിയൊരു മുന്നേറ്റം നടത്തുന്ന നമ്മുടെ ശൈത്യനെയാണ് കാണാൻ സാധിക്കുക. ശൈത്യ വോട്ടിംഗ് ഇതാ വീണ്ടും തിരിച്ചു വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. 6ാം സ്ഥാനത്തേക്ക് മുൻഷിച്ചേട്ടൻ എന്താ പിന്തള്ളപ്പെട്ട് പോയിരിക്കുകയാണ്. മുൻഷിച്ചേട്ടൻ്റെ വോട്ടൊക്കെ കുറഞ്ഞ് മുൻഷിച്ചേട്ടൻ ഇപ്പോൾ 6ാം സ്ഥാനത്ത് എത്തിയിരിക്കുമ്പോൾ 7ാം പൊസിഷനിൽ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക സരികേനെയാണ്. സരിക ചില സമയങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വോട്ടൊക്കെ നേടി വന്നൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എന്നാൽ ചില സമയങ്ങൾ അതുപോലെ തന്നെ കയറി വന്ന വേഗത്തിൽ തന്നെ താഴത്തോട്ട് വീഴുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 7ാം പൊസിഷനിലും 8ാം സ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ നിവിനുമാണ്. നിവിൻ ഇങ്ങനെ മാറ്റമില്ലാതെ 8ാം പൊസിഷൻ വിട്ടുകൊടുക്കാനെന്ന് ഉറപ്പിച്ച് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് മികച്ചൊരു കണ്ടന്റ് ഇനി നിവിൻ പുറത്തെടുത്തില്ലെങ്കിൽ നിവിൻ ഉറപ്പായിട്ടും ഈ ആഴ്ച എവിക്റ്റ് ആകാൻ സാധ്യതകൾ ഏറെയാണ്. അങ്ങനെയാണ് നിലവിലത്തെ വോട്ടിംഗ് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഒരുപാട് ടെസ്റ്റോട് കൂടിയ അല്ലെങ്കിൽ മാറ്റങ്ങളോട് കൂടിയ ഒരു വോട്ടിംഗ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് എന്തൊക്കെയാണ് വോട്ടിംഗാണ് എപ്പോൾ വേണേലും മാറി പറയുക, ആര് വേണേലും മുന്നോട്ട് പിന്നിലോട്ടൊക്കെ വരാം. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരുമ്പോഴേക്കുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പം നിങ്ങളുടെ വിലയേറിയ വോട്ട് ഇതുവരെ നിങ്ങളുടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ഈ ആഴ്ച ആര് എവിക്റ്റായി പുറത്ത് പോകണമെന്നാണ് നിങ്ങളെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.